തീർന്ന് എന്റെ കയ്യിൽ തീർന്നു പോയി. നീ എന്താ ചെയ്യും? ഇല്ല, തീർന്നു പോയി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പനാട് ഹിൽസിലാണ്. അമ്പനാട് ഹിൽസിന്റെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷൻ പേര് എന്താ ചേട്ടാ? 9 മുക്ക്. 9 മുക്ക് അല്ലേ? 9 മുക്ക് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു കോവിലുണ്ട്. പിന്നെ നല്ലൊരു അന്തരീക്ഷം അല്ലേ? ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇണങ്ങി നിൽക്കുന്ന ഒരു മയിലുണ്ട്. ആ മയിലിന്റെ കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റോഡിന്റെ പുറത്ത് ഇരിപ്പുണ്ട് ആ മയില്. എന്തായാലും നമുക്ക് അതിനൊന്ന് കുറച്ച് തീറ്റ കൊടുത്ത് നോക്കാം. ആര് വരും? വാ. എനിക്ക് എത്തത്തില്ല. വാ. വരുന്നുണ്ടോ? വാ. നീ കടയിൽ കയറി വരും അല്ലേ? കണ്ണാടിയിലും കൊത്തും. രാവിലെ വൈകിട്ടൊക്കെ വരും. അത് എപ്പോഴും വരും. എടുത്ത് കൊടുക്കും. അല്ല, ഉപദ്രവമൊന്നുമില്ലല്ലോ. വേറെ ശല്യമല്ല. 6 മണിയാകുമ്പോൾ കയറി മരത്തിൽ കയറിയിരിക്കും. ചേട്ടൻ്റെ പേരെന്ത്? എൻ്റെ പേര് ധനരാജ്. എന്ത് ജോലി ഉണ്ടോ? ഇവിടെ നേരത്തെ സ്ഥലം ജോലിയാണ്. ഇപ്പൊ റിട്ടയർഡ് ആയിരിക്കും. ആണല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്തോ? ഈ അമ്പനാട് ഹിൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തേയിലയുണ്ട്, റബ്ബറുണ്ട്, കുരുമുളക്. ഇവിടെ ഈ ഓറഞ്ച് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഓറഞ്ച് ഇപ്പൊ ഇല്ല. ഓറഞ്ച്, ആപ്പിൾ ഇതൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല. ഇപ്പൊ ഒന്നുമില്ല. അടയ്ക്ക മറ്റേ എല്ലാം ഉണ്ടല്ലേ? ഇവിടെ കയറി വരണമെന്നുണ്ടെങ്കിൽ പാസ് വേണം അല്ലേ? അതെ, പാസ് ഇല്ലേ? പാസ് കൊടുക്കും. അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടന്റെ പേരെന്തോ? മോഹൻ. ഇവിടെ ഈ ഒരു മയിലല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? ആനയൊക്കെ ഇറങ്ങി വരും. ആനയുണ്ട്, പുലിയുണ്ട്, പന്നിയുണ്ട്. ആനയും പുലിയും പന്നിയൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. മ്ലാവുണ്ട്, പോത്തുണ്ട്, എല്ലാം ഉണ്ട്. ആനയൊക്കെ എപ്പോഴും ഇറങ്ങും? ആന രാവിലെ വൈകിട്ടാകുമ്പോൾ ഒരു 6-7 മണിയാകുമ്പോൾ വരും. 6-7 മണി വരും. ഇവിടെ വരും, ജംഗ്ഷനിൽ വരും. റോട്ടിൽ കാണാം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങോട്ടുള്ള പ്രവേശനം എന്ന് പറയുന്നത് എത്ര മണി വരെ കാണും? അല്ലാതെ ഞങ്ങള് ഒരു 6-6:30-7 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. എല്ലാരും വീട്ടിൽ പോകും. പിന്നെ ആരും ടൗണിലൊന്നും കാണത്തില്ല. എല്ലാവർക്കും ഇവിടുത്തെ ജോലി തന്നെ? ഇവിടുത്തെ ജോലിയാണ്. ഒന്നും കൊടുക്കുന്നില്ല. രസമല്ലേ? നിങ്ങള് കൂടെ തറവന്നവര് നല്ലത് മേടിച്ച് കൊടുക്കും. ഞങ്ങൾ കൊടുക്കത്തില്ല. വാങ്ങിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞവര് ഞങ്ങൾ അല്ലാതെ വേറെ എങ്ങോട്ടാ പോകുന്നത്? എവിടെ പോവാനാ? നമ്മള് പൈസ ഒന്നും കിട്ടില്ല. ഗ്രാജുവേറ്റ് തന്നില്ല. ഗ്രാജുവേറ്റ് കിട്ടുന്ന വരെയും ഞങ്ങൾ ചേട്ടനൊക്കെ ഇവിടെ വന്നിട്ട് എത്ര ആളായോ? ഞങ്ങൾ ജനിച്ചത് ഇവിടെ. എല്ലാം ഇവിടെ തന്നെ. കട്ടൻ ചായ കിട്ടും, നല്ല കട്ടൻ ചായ. ചൂട് തണുത്തു പോയി കേട്ടോ. ഇവിടുത്തെ അമ്പനാട് ഹിൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ. പിന്നെ വേറെ ഉണ്ട് ചേട്ടാ? പരിപ്പട, ഉഴുന്നോടെ എല്ലാം ഉണ്ട് ഇവിടെ. ചേട്ടൻ്റെ പേരെന്തോ? കറുപ്പസ്വാമി. എത്ര വർഷമായി ഇവിടെ കട തുടങ്ങിയിട്ട്? 3 തലമുറയായി. 3 തലമുറയായി ഈ ഒരു കട തുടങ്ങിയിട്ടല്ലേ? ഇവിടെ കുറച്ചാളേ ഉള്ളു. കുറച്ചാള് ബോംബെയിലായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു സ്വന്തം സഹചാരിയായ നമ്മുടെ മയിലല്ലേ? ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ടോ? റേഞ്ച് ഉണ്ട്, ഓടാപ്പണ്ട ഉണ്ട്. പിന്നെ PSNL പണിഞ്ഞോണ്ടിരിക്കുന്നത് ടവറിന്റെ മേലെ. അവിടെ പണിഞ്ഞോണ്ടിരിക്കുന്നേ പുതിയത്. ചായയുണ്ട്, പരിപ്പടയുണ്ട്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്നേഹിച്ച് വളർത്തുന്ന ഒരു മയിലിനെ കാണാം. അതിന് ആഹാരമൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ? അത് നമ്മളോടൊപ്പം സഹകരിച്ചിരിക്കുന്നേ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ? എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മനോഹാരിത ആസ്വദിക്കാൻ അമ്പനാട് ഹിൽസിലേക്ക് വരിക. അവരുടെ ജീവിതങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. സന്തോഷകരമായ ഒരു ജീവിതം കാണാം നമുക്ക്. ആന എപ്പോഴും ഉണ്ട് ഇവിടെ. ആനയുണ്ടല്ലേ? വെളുപ്പിന് 6 മണിക്കൊക്കെ ഇറങ്ങിപ്പോകും. നമ്മുടെ ഈ ജംഗ്ഷനിൽ വരൂ. ഇവിടെ വരും. വെളിയില്ല. ചക്കയുടെ സീസണിൽ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മുടെ ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല. ഇവിടുത്തെ തേയിലാണോ എടുക്കുന്നില്ല? മേളി
അടിപൊളി.